നല്ലൊരു അലുവ കണ്ടല്ലേ. കണ്ടകള് നല്ല അടിപൊളി പീസാണ്. നല്ല രീതിയിൽ നെയ്യ് ഇറങ്ങുന്നുണ്ട്. ഈ കാണുന്ന വെള്ളയൊക്കെ ഉണ്ടല്ലോ. ഓ അടിപൊളി. ഹായ് 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 ചങ്ങന്മാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം പിടിച്ച മീനാണ്. അപ്പോൾ ഈ ഒരു മീൻ നമ്മൾ പിടിച്ച വീഡിയോ ഇതിൻ്റെ മുമ്പത്തെ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്. നമ്മൾക്ക് എങ്ങനെയാണ് ഈ മീൻ കിട്ടിയതും എന്നുള്ള കാര്യങ്ങളൊക്കെ മുഴുവനായിട്ട് ആ ഒരു വീഡിയോയിലുണ്ട്. അതുപോലെ തന്നെ ഇന്നലെ രാത്രിയിൽ ഞങ്ങൾ ആ ഒരു മീൻ പിടിച്ചു വന്നിട്ട്, അത് ഞാൻ വീഡിയോ വൈൻഡപ്പ് ആക്കിയതിന് ശേഷമാണ് പിന്നെ ഈ ഒരു മീൻ ക്ലീൻ ചെയ്തതും അതുപോലെ തന്നെ രമേശ് നമ്മൾക്ക് ഒരു ഒരി നമ്മൾക്ക് തന്നതും. അപ്പോൾ ആ ഒരു മീനിനെ ഞാൻ കുക്ക് ചെയ്യാനുള്ള പരിപാടിയിലേക്ക് പോവുകയാണ്. അതായത് നമ്മൾക്ക് അവൻ തന്നിട്ടുള്ളതാണ്. അത്യാവശ്യം തിരക്കില്ലാത്ത രീതിയിൽ ഇത്രയും വലിയ 2 പീസ് കേട്ടോ. അപ്പോൾ ഇതിന് ഞാൻ ഇപ്പോൾ കട്ട് ചെയ്തതാണ്, 2 കഷ്ണമാക്കിയതാണ്. അപ്പോൾ നമുക്ക് എന്താ വെച്ചാൽ ഞാൻ കരുതുന്നത് ഇത് കറിയും വെക്കണം, പൊരിക്കുകയും ചെയ്യണം. ഇത് മെയിനായിട്ട് ഏറ്റവും കൂടുതൽ ഇവർ ഉപയോഗിച്ചിട്ടുള്ളത് പൊരിച്ചാണ്ടാണ് ഈ ഒരു മീനിനെ അധികം കഴിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പീസ്, ഈ ഒരു വലിയ പീസിനെ നമുക്ക് കട്ട് ചെയ്തിട്ട് ചെറിയ ചെറിയ പീസാക്കിയിട്ട് പൊരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാം. ഈ ഒരു ചെറിയ 2 പീസിനെ നമുക്ക് കറി വെക്കാനും വേണ്ടിയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ അതുകൊണ്ട് കറി വെക്കുന്നത് ചിന്നുവാണ്. അപ്പോൾ അവൾക്കുള്ള പീസ് അവൾക്ക് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലി കളയണം കേട്ടോ. ഈ കളയില്ലേ, ഇതിൻ്റെ ബാക്കിലുള്ള തൊലിയുണ്ട് ഈ ഒരു മീനിൻ്റെ. അപ്പോൾ രോഹു എന്ന് പറയുന്ന മീനാണ്. ഈ ഒരു മീനിൻ്റെ ബാക്കിലെ തൊലി കളഞ്ഞിട്ട് കറി വെക്കാറ് സാധാരണ ഞങ്ങൾ കേട്ടോ. അപ്പോൾ ബാക്കി ക്ലീനിങ് പരിപാടിയൊക്കെ കഴിഞ്ഞതാണ്, ഒക്കെ സെറ്റാണ്. ഇനി ഒന്ന് കട്ട് ചെയ്തിട്ട് ഒന്ന് ക്ലീൻ ചെയ്യാം നമുക്ക്. ഇന്നലെ ഫ്രീസറിൽ കയറ്റിയതാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ളൊരു ബലമാണുള്ളത്. ഞാനിപ്പോൾ എടുത്ത് വെച്ചിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ഉണ്ടാ ഇറച്ചിയൊക്കെ ഇതിലെ ചെറിയൊരു മുള്ളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി സാധനമാണ്. പിന്നെ ഞാൻ നൈസായിട്ട് ഇതിൻ്റെ കട്ടിങ് ആരംഭിക്കുവാണ്. കട്ടിങ് പറഞ്ഞാൽ വലിയ തിരക്കഥയൊന്നുമില്ല, ഒരൊറ്റ കട്ടിങ് ആയിരിക്കും. ആഹാ കണ്ടങ്ങൾ എണ്ണ ഐറ്റം സാധനം അല്ലേ, അടിപൊളി. അതിന് മീനാക്കും കൂടെ ഉണ്ടാവില്ലേ. ആര്യക്ക് ഇടയ്ക്ക് സംശയമുണ്ട് കേട്ടോ. ഈ ഒരു പീസാണ് ഇപ്പം ഞാൻ അറുത്തെടുത്തിട്ടുള്ളത്. ഉണ്ടെങ്കിൽ വളരെ സോഫ്റ്റാണ്. ഇത് ഇന്നലെ രമേശ് ഒരെണ്ണം കഴിച്ചായിരുന്നു. അതായത് അവന് ഇന്നലെ തന്നെ കഴിച്ചിട്ടുണ്ട്. അപ്പോൾ അവൻ പറഞ്ഞത് അടിപൊളിയാണ്. ഇത് ഇങ്ങനെ വേണമെങ്കിൽ ചെരിച്ചും കട്ട് ചെയ്യാം, ഫേദറ കട്ട് ചെയ്യുന്ന പോലെ. പക്ഷെങ്കിൽ ഞാൻ നേരെ തന്നെ ചെറിയ ചെറിയ പീസാക്കിയിട്ട് മാറ്റാം കേട്ടോ. അതാകുമ്പോൾ പെട്ടെന്ന് പൊരിഞ്ഞ് കിട്ടും. നല്ലൊരു അലുവ കണ്ടല്ലേ. കണ്ടകൾ നല്ല അടിപൊളി പീസാണ്. ഈ ഒരു മീനിൻ്റെ തൊലിക്ക് അത്യാവശ്യം നല്ല ടൈറ്റ് ഉണ്ട് കേട്ടോ. തൊലിക്ക് നല്ല ടൈറ്റ് ഉണ്ട്. വാവ് അടിപൊളി അല്ലേ. എന്നല്ലേ ഞാൻ പറഞ്ഞ പോലെ അലുവ കണ്ടമാണ്, അലുവ കണ്ടം. ഇത് ഞങ്ങൾക്ക് ഇത്തരത്തിലുള്ള മീൻ ഞങ്ങൾക്ക് പറഞ്ഞാൽ എനിക്കിതുവരെ ചൂണ്ടൽ മീൻ ഒരു മീനിനെ കിട്ടിയിട്ടില്ല. അവർക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ കിട്ടുന്നതാണ്. പക്ഷെങ്കിൽ എനിക്കിതുവരെ വീഡിയോയിൽ കാണിക്കാൻ പോലും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഞാൻ പലപ്പോഴും യാത്രയിലൊക്കെ ആയതുകൊണ്ട് തന്നെ എനിക്ക് അതിലൊന്നും പങ്കെടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതാണ് നമ്മൾക്ക് കിട്ടിയിട്ടുള്ള പീസുകൾ കേട്ടോ. അതുകൊണ്ട് ഒക്കെ നല്ല അലുവ കണ്ടം പോലെ ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം. ഉണ്ടാ ഓരോ പീസും കണ്ടെങ്കിൽ എന്താ അതിൻ്റെയൊക്കെ ഒരു അടിപൊളി പീസാണ്. അപ്പോൾ ചങ്ങന്മാരെ മീൻ കഴുകിയോടെ വെച്ചിട്ടുണ്ട്. മസാല ഉണ്ടാക്കുകയാണ്. ഇത് എന്താ പറയുക, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, അതുപോലെ തന്നെ ഒരു ചെറിയ 2 ചെറുള്ളി, പിന്നെ ഉപ്പ്, മഞ്ഞൾ, മുളക്, കുറച്ച് മല്ലി, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാം പാടെ. വെളിച്ചെണ്ണയിലാണ് ഞാൻ മിക്സ് ആക്കണേ. നമ്മൾ വെളിച്ചെണ്ണയിൽ തന്നെയാണ് കേട്ടോ പൊരിക്കുകയും ചെയ്യണം. അതിൽ മസാല റെഡി കേട്ടാ. ഇനി ഇതിലേക്ക് നമ്മളുടെ മീനിൽ കുറച്ച് വെള്ളം ഉണ്ടാവും. മസാല അങ്ങനെ ടൈറ്റായി നിന്നോട്ടെ, എനിക്ക് പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ മീനിൽ നമ്മളിപ്പോൾ കഴുകിയെടുത്ത മീനായതുകൊണ്ട് അത്യാവശ്യം വെള്ളം അതിലുണ്ടാവും. അപ്പം മസാല എല്ലാ ഭാഗത്തും കൂടെ എല്ലാ പീസും കൂടെ നന്നായിട്ട് കയറ്റി പിടിപ്പിക്കണം. ഒരു വലിയ സെറ്റപ്പിലുള്ളൊരു കുക്കിംഗ് വീഡിയോ എന്നല്ല, നമ്മളത് ചെറിയ പരിപാടിയാണ്. നമ്മൾ ഇടയ്ക്ക് ഇതേപോലെ മീനൊക്കെ കിട്ടുന്നത് നമ്മൾ കാണിക്കാറുണ്ട് കുക്ക് ചെയ്താണ്ട്, അതുപോലെ കാണിക്കാവുന്നതിനുള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ മസാല കയറ്റി വെച്ചിട്ടുണ്ട്. കണ്ടാ ഉപ്പും മല്ലിമുളകെല്ലാം പാകമാണെന്ന് നോക്കുമ്പോൾ ഇനി ഇതിനൊരു 5 മിനിറ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന്
മസാല കയറ്റി വെച്ചതല്ലേ അവിടെ കട്ടെ നേതി. അപ്പോഴേക്ക് നമുക്ക് ചിന്നുവിൻ്റെ പരിപാടി നോക്കിയാലോ. ഇവിടെ കറി വെക്കേണ്ടത് ഇതിനെ മസാലയായി. ഇതിലേക്ക് ഉള്ളിയും തക്കാളിയൊക്കെ ഇട്ട് വാട്ടിക്കൊണ്ട് നിൽക്കുകയാണ് മസാല. എന്താ അതിൻ്റെ ഇടയിൽ കൂടെ അരിയുണ്ട്. ഇതാട്ടോ നമുക്ക് കറി വെക്കാൻ ഇത്രയാണുള്ളത്. ഇത് നമുക്ക് ഒരു പീസുള്ളതാണ്. എണ്ണ ഇറച്ചിയില്ലേ. ഇതിൽ മറ്റൊരു ചുവന്ന ഇറച്ചി ഉണ്ടല്ലോ ഇതിൻ്റെ ഒരു സൈഡ്. ഓലിനോട് പറഞ്ഞിരുന്നു ഇതെങ്ങട്ടാ ആര്യക്കുട്ടീൻ്റെ ഇടക്ക് കളി കാണാൻ വേണ്ടിയിട്ട് ഓൾ ഇതിലെങ്ങനെ പൊട്ടിത്തെറിച്ച് നടക്കുകയാണ്. സ്കൂൾക്ക് പോയിട്ടില്ല. സ്കൂൾക്ക് 2 ദിവസം കൂടി കഴിയട്ടെ എന്നിട്ട് പറഞ്ഞേക്കുള്ളൂ. പൂർണ്ണമായിട്ടും ക്ലിയർ ആവട്ടെ. മീനിടാനായോ? പുളിവെള്ളം ഒഴിക്കാനായി അല്ലേ? പുളിവെള്ളം ഒഴിക്കാനായി. മസാല അടിപൊളിയായിട്ടുണ്ടല്ലോ. കൊള്ളാട്ടെ. ഇതിലേക്ക് നമ്മൾ കുറച്ച് കപ്പയും റെഡിയാക്കിയിട്ടുണ്ട്. കപ്പ ഇവിടെ കപ്പ അടിപൊളി. അപ്പം അതുകൊണ്ടാണ് കുറച്ച് കറി വെക്കാന്ന് കരുതിയത്. കറി വെച്ച് നോക്കുക. കറി വെച്ചാൽ എന്താ അറിയാലോ അവസ്ഥ. നമുക്ക് ഇനി ഒരെണ്ണം കിട്ടിയിട്ട് ചെയ്യാന്ന് കരുതുമ്പോഴേക്ക് ചിലപ്പോൾ അതെന്താ നടക്കാന്ന് അറിയില്ല. ഞാൻ എന്തായാലും അടുപ്പ് കാര്യമൊക്കെ സെറ്റാക്കട്ടെ കേട്ടാ. എന്നാൽ പിന്നെ നമുക്ക് തുടങ്ങാം. ഈ അടുപ്പ് എന്ന് പറയുന്നത് നമ്മൾ യാത്രക്ക് വേണ്ടിയിട്ട് കൊണ്ടുവരുന്ന അടുപ്പാട്ടാ. അപ്പോൾ കത്തുമല്ല എന്നുള്ളത് നോക്കട്ടെ. കുറേ ഇത് കത്തിച്ചിട്ട് കുറേ ആയി കത്തിച്ചിട്ട്. നമ്മൾ യാത്രയിൽ മാത്രം ഉപയോഗിക്കുന്ന നമ്മുടെ അടുപ്പാണ്. ഒന്നത് ശരിക്കും കത്തിക്കോട്ടെ. അപ്പോഴേക്ക് നമുക്ക് ഈ ഒരു സാധനത്തിന് പുറത്തിറക്കി വെക്കാം. വാവ്. ഇപ്പോൾ ഒരു 5-6 മിനിറ്റ് വെച്ചിട്ടുള്ളൂ കേട്ടോ. 5-6 മിനിറ്റ് നേരെ വെച്ചിട്ടുള്ളൂ. ഇപ്പം എല്ലാ ഭാഗത്തേക്കും മസാലയൊക്കെ നന്നായിട്ട് കയറി ഉണ്ടാവും. കൊള്ളാൻ തന്നെ കരുതുന്നത്. പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് പബ്ജിയിലെ പാനാണ്. അതായത് ഇരുമ്പൻ ചട്ടിയാണ്. ഇതിൽ പൊരിക്കാൻ തന്നെ കരുതിയാണ്. വേറെ വലുതില്ല നമ്മുടെ കയ്യിൽ. നമ്മളത്തെ കയ്യിൽ വേറെ വലുതില്ല. എനിക്ക് തോന്നുന്നത് പൊള്ളിക്കാനൊക്കെ പറ്റിയ നല്ല അടിപൊളി മീനാണത്. പൊള്ളിക്കാനൊക്കെ നല്ല മസാലയൊക്കെ കയറ്റി കുറച്ച് ഫ്രീസറിലൊക്കെ ഇട്ട് വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ, കുക്ക് ചെയ്യുകയാണെങ്കിൽ പൊള്ളിക്കും. അപ്പോൾ ചട്ടി ചൂടായി വരട്ടെ. എന്തായാലും ഇരുമ്പൻ ചട്ടി ആയതുകൊണ്ട് നമുക്ക് സിമ്മിൽ ചെയ്താൽ മതി. നല്ല ചൂടുണ്ടാവും. വെളിച്ചെണ്ണ അത്യാവശ്യം വേണ്ടി വരും. ഇങ്ങനെ എൻ്റെ ഒരു അഭിപ്രായത്തിൽ മുങ്ങിക്കടന്ന് വേഗണം ശരിക്കത്. പക്ഷെ മുങ്ങിക്കടത്താനുള്ള എണ്ണ ഉപയോഗിക്കണില്ല. നല്ലൊരു പാകത്തിനുള്ള എണ്ണ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇത് ചൂടായോ ഇല്ല നമുക്ക് നോക്കാൻ വേണ്ടി ഇങ്ങനെ ഒരില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലിൻ്റെ ഇലയാണ്. ചൂടായിക്കണം. അപ്പോൾ സൗണ്ട് കേൾക്കണ്ട. ഉഷാറായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടാ എണ്ണ. അപ്പോൾ ഒരു 3-4 കറിവേപ്പില ഇവിടെ എടുക്കട്ടെ. അത് മതി. സമയം 1 മണിയായിട്ടാ. നമ്മുടെ ക്ലോക്ക് മുട്ടൽ തുടങ്ങി. നമുക്ക് ഭക്ഷണം കഴിക്കാനുള്ളതാണ്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കപ്പോൾ ഓരോ പീസ് വെച്ച് നോക്കാം എന്താവും എന്നുള്ളത് നോക്കാമല്ലോ. എണ്ണ ചൂടായതാണ്. കയ്യുമ്മലാകാതെ. ഒറ്റ റൗണ്ട് തീരുമോ? ഒറ്റ റൗണ്ട് തീരാൻ സാധ്യതയല്ല കേട്ടോ. നല്ല അലുവ പീസാണ്. അലുവ കണ്ടം. എണ്ണ കയ്യുമായാൽ കളി മാറും. അതുകൊണ്ട് ശ്രദ്ധിക്കണം. അത് മറച്ചിടാ. നല്ല അടിപൊളിയായിട്ട് മുരിഞ്ഞ് വരട്ടെ. ഓരോ പീസും തുറന്ന് 2 തവണ ആയിട്ട് പൊരിക്കേണ്ടി വരും കേട്ടോ. അതിനുള്ള സാധനം ഉണ്ടേ. 2 തവണ ആയിട്ട് പൊരിക്കേണ്ടി വരും. ഇവിടെ ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ആ ഒരു ഗ്യാപ്പ് ഉണ്ടാക്കിയാൽ അതിൻ്റെ ഉള്ളിലും പീസ് അടുത്തേലും കൂടി തീരണത്. ഇല്ലെങ്കിലേ നമുക്ക് തന്നെ പണിയാവും. ഭക്ഷണം കഴിക്കണ്ടേ. ടൈം കുറേ ആയി. നല്ല ഭംഗിയുണ്ടല്ലേ കാണാൻ. ഓ മൈ ഗോഡ്. തുമ്മണുണ്ടോ? ആരവിടെ ഇരുന്നാണ്ട് നമ്മുടെ കളി കാണാണ്. സൂപ്പറായിട്ടുണ്ട്. നന്നായിട്ട് മുരിഞ്ഞ് വെന്ത് വരട്ടെ. ഇത് നല്ല നെയ്യുണ്ട് കേട്ടോ. ഇതിൽ നെയ്യ് ഇളകി വരുന്ന നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് നല്ല നെയ്യുണ്ട്. നല്ല മൂത്ത സാധനമാണ്. ചട്ടിന് ഇടക്കൊന്ന് ഇങ്ങോട്ട് ഈ ഒരു ഭാഗത്തേക്ക് എണ്ണ അങ്ങനെ ചെറിയ ചെരിവുണ്ടേ അടുപ്പിന്. അപ്പോൾ അതൊന്ന് പാകമാക്കി കൊടുക്കണം. സിമ്പിളായിട്ടുള്ളത് ചിന്നുവിൻ്റെ കറി. ഇതിപ്പോൾ അടച്ച് വെച്ചിട്ടുള്ളൂ. നല്ല രീതിയിൽ തിളക്കുന്നുണ്ട്. ഇത് രണ്ടും പാടെ ഒരുമിച്ച് ഇന്നെ കൊണ്ട് ഷൂട്ട് ചെയ്ത് കാണിച്ചു തരാൻ വേണ്ടി കഴിയില്ല. ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത് കേട്ടോ. ഓക്കെ. അവിടെ സാരണ പെടക്കണം. അവിടെ എൻ്റെതാണോ ഇൻ്റെതാണോ ടേസ്റ്റ് നോക്കണല്ലോ. എൻ്റെതായി കാരണം അതിന് ഓൾറെഡി കാരണം ഞാൻ വല്ല കുക്ക് ചെയ്തില്ല. നല്ല രീതിയിൽ നെയ്യ് ഇറങ്ങുന്നുണ്ട്. ഈ കാണുന്ന വെള്ളയൊക്കെ ഉണ്ടല്ലോ, അത് നെയ്യാണ്. വല്ല ബട്ടർ ഒഴിച്ച പോലെ കൊള്ളാട്ടാ.
കുറച്ച് നേരമായി നമുക്ക് ഒന്ന് മറിച്ചിടാം. കാരണം എന്താ വെച്ചാൽ നമുക്കിത് ഈ ഒരു മീനിനെ പൊരിച്ചാണ്ട് വലിയ പരിചയമില്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ വേവ് കാര്യമൊക്കെ എങ്ങനെ വരുന്ന അറിയില്ല. നമുക്കിത് കരിയാനും പാടില്ല. അപ്പോൾ ആ ടൈപ്പിലായിരിക്കണം ഇതിൻ്റെ പരിപാടികളെല്ലാം. എനിക്ക് കുറച്ച് മുളക് കമ്മിയുള്ള മാതിരി തോന്നുന്നുണ്ട് ഇത് കണ്ടിട്ട്. കുറച്ചൊരു മുളക് ആഡ് ചെയ്യാമായിരുന്നു എന്നുള്ള തോന്നൽ ഇപ്പോൾ വരുന്നുണ്ട്. മറിച്ചിടുമ്പോൾ നമുക്ക് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. നല്ല രീതിയിൽ ക്ലിയറായി വരുന്നുണ്ട് സാധനം. നെയ്യണ്ട. ഇതൊന്നും നമുക്ക് എന്നും കിട്ടാത്ത മീനാണ്. നേരെ എന്നും കിട്ടാത്ത മീനാണ്. മുരിയണ സൗണ്ട് കേട്ടോട്ടെ ചെയ്തിട്ടെ ഞാൻ സംസാരിക്കാത്ത. നല്ല മുരിയണ സൗണ്ട് ഉണ്ട്. ആ നെയ്യ് അതിൻ്റെ മേലെ ഉണ്ടായതുകൊണ്ട് ഏതാ മറിച്ചിട്ടുണ്ടെന്ന് പെട്ടെന്ന് മനസ്സിലാവും. നല്ല ബട്ടർ ആക്കിയ മാതിരില്ലേ നെയ്യ്. രമേശിനോട് പറഞ്ഞു ഇന്നലെ തന്നെ കഴിച്ചു കേട്ടോ രമേശ്. ഇന്നലെയാണ് നമുക്ക് മീൻ കിട്ടുന്നത്. നമ്മൾ കുക്ക് ചെയ്യണം ഇന്നാണ്. ഒരു ദിവസം കഴിഞ്ഞിട്ട് ഫ്രീസറിൽ വെച്ചിട്ടാണ്. പക്ഷെ രമേശ് ഇന്നലെ തന്നെ കുക്ക് ചെയ്തായിരുന്നു. അപ്പോൾ അവൻ പറഞ്ഞതിനോട് നല്ല നെയ്യുണ്ട്, അടിപൊളി മീനാണ്. നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ സാധനം. രണ്ടാമത്തെ മറച്ചിടൽ കഴിഞ്ഞിട്ട് ആണ് സ്മെല്ല് വരൽ തുടങ്ങിയത്. കൊള്ളാം. നമുക്കതൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കാം. എന്തായി വേവുണ്ട്. എത്ര ഇതിൻ്റെ വേവിൻ്റെ കണക്ക് എന്നുള്ളത് നമുക്കറിയില്ലല്ലോ. സോഫ്റ്റ് ഇറച്ചിയെടുപ്പം തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് 1 more ടൈം ഒന്നുകൂടി മറിച്ചിടാം കേട്ടോ. വേറെ ഒന്നല്ല, ആ സൈഡ് ഇപ്പം നന്നായിട്ട് മുരിഞ്ഞ മാതിരിക്ക് തോന്നുന്നുണ്ട്. എണ്ണ വറ്റില്ലേ? ഇത്ര നെയ്യ് ഉണ്ടായിട്ട് എണ്ണ വറ്റി അറിയുമ്പോൾ. അങ്ങനെയെങ്കിൽ ചെങ്ങന്മാരെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഫസ്റ്റ് ചട്ടിയിലേക്ക് വെച്ചതൊക്കെ ഞാൻ ഇങ്ങോട്ടേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ, ഇലയിലോട്ട്. ഇപ്പം തന്നെ ഇതും തന്നെ ഇലയിലേക്ക് തന്നെ വെക്കണം. ഇതും തന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒരു ബോൾ വന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ഓവർ കരിയിക്കേണ്ട എഴുതിയിട്ടാണ്. ഇതിൻ്റെ പാകപ്പെട്ട കുക്ക് ഇതാണെന്ന് എനിക്ക് തോന്നുന്നത്. കുറച്ച് വെന്താൽ തന്നെ മതി. ഇത് ഓവറായിട്ട് വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല എന്നുള്ളതാണ്. ഓക്കെ, എന്നാൽ പിന്നെ നമുക്കിനി ടേസ്റ്റ് ചെയ്ത് നോക്കാം. ചെങ്ങന്മാരപ്പം നമ്മളുടെ കറി ആയിട്ടുണ്ട്, അതുപോലെ തന്നെ വറുത്തതായിട്ടുണ്ട്. വറുത്തതൊക്കെ കണ്ടങ്ങൾ നല്ല അടിപൊളിയായിട്ടുണ്ട്. കണ്ടാ ഇതിൽ മുള്ളുണ്ട് കേട്ടോ, ശ്രദ്ധിക്കാൻ ടൈ മുള്ളുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. നമ്മുടെ കറിയാണ് ഇതുകൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള കറി. വാവ്, ബ്യൂട്ടി. അത് അയക്കൊഴിക്കണം, ചോറ്റിക്ക് ഒഴിക്കണേ. അത് കുറച്ച് ചോറിൻ്റെ അവിടെ. ആഹാ, കൈ ചൂടുണ്ടാവും ചിലപ്പോൾ കറി. ആഹാ, അപ്പോൾ നമ്മളുടെ ഫിഷ് റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ചു നോക്കാം. ആരെ കഴിച്ചു നോക്ക്. കഴിച്ചോ. നല്ല ചൂടുണ്ട് കേട്ടോ, കറി തൊള്ളട്ടാ. കപ്പയൊക്കെ അത് അടിപൊളിയായിട്ടുണ്ടാവാം. ഓ, കറി വേറെ ലെവലായിരുന്നു. കറി വെച്ചു എന്ന് കരുതിയാണ്ട് മോശം പറയാല്ല. പിന്നെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ, അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. നല്ല ചൂട്. കറി ഇപ്പടെ എടുത്തിട്ടുള്ളൂ. കറി നല്ല രസമുണ്ടല്ലേ. വിശന്നിട്ട് അറിയില്ല കേട്ടോ. ഉണ്ട്, കറി വെച്ച രസമുണ്ട്. പിന്നെ വറുത്തത് അപ്പൊ ഈ രോഹു എന്ന് പറയുന്ന മീൻ നിങ്ങൾക്ക് പുഴയെന്ന കാര്യം പിടിച്ചിട്ട് തരുവാണെങ്കിൽ വേണം, അതായത് സെയിൽസിന് കിട്ടുകയാണെങ്കിൽ സാധനം വാങ്ങിക്കൊള്ളു. അടിപൊളി ടേസ്റ്റ് എൻ്റെ അഭിപ്രായം അല്ലേ. ആഹാ, ഇതൊക്കെ 1.5 പിഞ്ഞാണ ചോറുന്നു കേട്ടോ. ഇല വലുത് കിട്ടിയില്ല, അതപ്പോൾ ഇത് അഡ്ജസ്റ്റ് ചെയ്യണം, മനസ്സിലായില്ല. നിങ്ങൾ കപ്പയും കൂട്ടിന്ന് വെച്ചോട്ടെ. ഓ, അടിപൊളി, രക്ഷയല്ല. എല്ലാം പറ്റില്ല.
ഉം. എന്താ അടിപൊളിയായിട്ടല്ലേ വേണ്ടാ ഷെറായില്ലേ നല്ല ടേസ്റ്റ് ട്ടാ ഇത് ഞാൻ പറഞ്ഞില്ലേ കറി വെച്ചതേ ഇതിന്റെ എന്താ എന്നാ അടിപൊളി മുള്ളു ഇതിലുണ്ട് കേട്ടോ ഇതിലുണ്ട് മുള്ളു ഒക്കെ അടിപൊളിയല്ലേ ഓ വറുത്തതിന് പിന്നെ പറയണ്ട അത് നമുക്കിങ്ങനെ ടച്ചപ്പ് ആക്കിയിട്ട് ഇങ്ങനെ കഴിക്കാൻ വേണ്ടി പറ്റും അപ്പൊ ഓക്കെ അല്ലേ എന്നാ വൈൻഡപ്പ് ആക്ക അത് പറഞ്ഞ പോലെ ചെറിയൊരു പരിപാടിയാണ് നമുക്ക് ഇന്നലെ കിട്ടിയ മീനാണ് ഈ ഒരു മീനിനെ ഞാൻ തന്നെ പോയാൽ പോയിട്ട് എനിക്ക് പിടിക്കണം എന്നുണ്ട് തീർച്ചയായിട്ടും വേണ്ടി ശ്രമിച്ചു നോക്കും കിട്ടുവാണെങ്കിൽ അന്ന് നമ്മൾ ഇതേപോലെയൊക്കെ പിടിച്ചു കൊണ്ടുവന്ന് കുക്ക് ചെയ്യും കേട്ടോ അവള് വേറെ സ്ഥാനത്തിലാണ് എന്നാ പിന്നെ ഈ ഒരു വീഡിയോ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം ഓക്കെ ബൈ